വെൽക്കം ബാക്ക്. ഇന്നത്തെ പടത്തിന്റെ പേര് ഇന്നസെന്റിനെ പറ്റി എന്താ അഭിപ്രായം? വളരെ നല്ലൊരു അഭിപ്രായം. പക്ഷെ പറഞ്ഞോ. അത് എന്നാ വെച്ചാല് നല്ല പടം. എങ്ങനെ വെച്ചാൽ ഈ വൺ ടൈം വാച്ചബിൾ സിനിമ പേടിയൊന്നും ഇല്ലാണ്ട് ജസ്റ്റ് പോയി അല്ല ലൈക്ക് ഇപ്പൊ ഒരു സിനിമയിൽ പേടിയും മറ്റേതല്ലേ എന്നാ ഡയറീസ് അല്ല എന്തോ പ്രണയന്റെ ഡയറി മിൽക്കാ എന്തെങ്കിലും അതോ ഇപ്പൊ ജസ്റ്റ് അടങ്ങിയിരിക്കും ഫാമിലി ആയിട്ടല്ലേ പോയിരിക്കുന്ന ഒരു ജസ്റ്റ് ഇങ്ങനെ എന്റർടൈൻമെന്റ് ഒന്നുമില്ല. റീൽസിലും ഷോർട്ട് ഫിലിമിലും ആൾക്കാര് എല്ലാവർക്കും ഒരു 10 ലക്ഷം റുപ്യ വെച്ച് 1 കോടിന്റെ ബഡ്ജറ്റ് 10 ലക്ഷത്തിന് കൊടുക്കുന്നവർക്കെല്ലാം ഉണ്ണിക്കണ്ണനുണ്ട്. സത്യം ഉണ്ണിക്കണ്ണൻ 10 ലക്ഷം അയാൾക്കൊരു ബിരിയാണി നനച്ച വണ്ടി ഡയലോഗ് അടക്കം ഉണ്ടായില്ല. അവിടെ കഷ്ടപ്പാടില്ല, ഡയലോഗ് ഒന്നും പഠിക്കണ്ട. ഇല്ല, അത് പെട്ടെന്ന് പറഞ്ഞു. നനച്ച വണ്ടി നനച്ചേ പോവും, അങ്ങനെ എന്താ പറയുന്ന അയാളയില് ഒറ്റടിക്കാ പറയുന്നത്. കൊറേ ഉണ്ടല്ലോ, വേറെ ആരെല്ലോ കൊറേ ഉണ്ട്. ഒരു യൂട്യൂബേഴ്സിന് റീൽസില് അവരെല്ലാം കൂട്ടിയിട്ട് ഒരു പടം അതാവുമ്പോ പ്രമോഷന് വലിയ ബഡ്ജറ്റ് വേണ്ട, മനസ്സിലായി. അതാണ് അത്. ഇന്നലെ സുജിത് ഭക്തൻ ഇതിട്ടിട്ട് പക്ഷെ പോരാ, സുജിത് ഭക്തൻ പോരാ. അയാളൊന്നും ഇല്ല, ഒരു 10 സെക്കൻഡ് ഇങ്ങനെ ഉണ്ണിക്കണ്ണൻ പെർഫെക്റ്റ്. അങ്ങനെ അതിൽ അഭിനയം വലിയ ഇതൊന്നും ഇല്ലായിരിക്കും. ഉണ്ണിക്കണ്ണൻ അങ്ങനെ എക്സ്പീരിയൻസ് എത്രയോ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. 6-8 അഭിനയിച്ച സിനിമ ഇതുവരെ ഓട്ടിട്ടില്ല, ഇറങ്ങിയിട്ടില്ല. അമ്മ അങ്കിൾ ഫാനാണ്. അമ്മ ആര് ഫാനൊന്നല്ല, അമ്മ എല്ലാ സിനിമയും കാണുമ്പോ അതന്നെ. ഇവൻ വെറുതെ ഓരോന്ന് അറിയുന്നത്. നീ കാണാൻ പറ്റില്ല, മോഹൻലാൽ പടം നീ കാണാൻ പറ്റില്ല. റീസെന്റ് ആയിട്ട് ഒന്നും വന്നിട്ടില്ല. തുടരും വന്നിട്ടാ, എമ്പുരാൻ വന്നിട്ടാ, പിന്നെ ഏതാ വരാത്ത മെയിൻ പടത്തിനൊന്നും ഉണ്ടായിട്ടില്ല. പോയാടായിരുന്നു ബഗിടത്തരം പറഞ്ഞ നമുക്ക് അങ്ങനെയൊന്നുമില്ല, സമയമില്ലാത്തതുകൊണ്ടാണ് ഇവരതിൽ വെറുതെ ഇരിക്കുന്നത്. നിങ്ങൾ നോക്കിക്കോ, ബാക്കി എല്ലാ മമ്മൂട്ടി പടങ്ങൾക്കും ബാക്കി എല്ലാ പടത്തിനും പൈസ വന്നിട്ടുണ്ട്. മോഹൻലാലിന്റെ പടത്തിന് അല്ലെ, അതുകൊണ്ടാണ് ഇപ്പൊ ബിഗ് ബോസ് കാണുന്നത്. മോഹൻലാലിനോട് ബിഗ് ബോസ് ആണെന്ന് ഞാൻ പറയും, നീ മോഹൻലാലിനെ ഉണ്ടല്ലോ ബിഗ് ബോസ് ആണ് അഡിക്റ്റ് നീ ബിഗ് ബോസ് മോഹൻലാലിനെ കാണാൻ. അത് ആര് അഡിക്റ്റ് ആക്കി പിച്ചു? ഇവ ശനി ഞായർ മാത്രമേ കാണും, മോഹൻലാലിനെ കാണാൻ വേണ്ടിട്ടാണ്. ഞാൻ എല്ലാ ദിവസവും കാണലുണ്ട്. ഇവൻ ആദ്യം ബിഗ് ബോസിൽ മോശം പരിപാടിയാണ്. റിയാലിറ്റി അങ്ങനെയൊന്നും ഇല്ല. ഇരുന്ന് കാണല പണി ബിഗ് ബോസ്. ഇന്ന് ഫുൾ ബിഗ് ബോസിന്റെ അതായിരുന്നു എന്നോട് പറയല്. ഫുള്ള് സ്ക്രിപ്റ്റഡ് ആണ്. അല്ല ഒരു സ്ക്രിപ്റ്റഡ് അല്ല, ഇതാ ഒരു സ്ക്രിപ്റ്റഡ് അല്ല ഗൈസ്. എന്നോട് വരുമ്പോ പറഞ്ഞു എന്താണ് എന്തോ പറഞ്ഞല്ല, മറന്നു. എന്നോട് നീയല്ലടാ, ഞാൻ വോട്ട് ചെയ്യില്ല. ഇതെന്ത് ഞാൻ പറയുന്നല്ല, എന്നോട് ആടെ ഇരിക്കുമ്പോ പറയുന്നത്. ഞാൻ പറഞ്ഞ ആര് കപ്പടിക്കല്, മറ്റേ ഇവളെ അടിക്കുമെന്ന് വെച്ചു. ഇവനെ അടിക്കു വെച്ചു അക്ബർ. അപ്പൊ ഞാൻ പറയുന്നത് അക്ബർ ഒന്നും ടോപ്പ് 10 ഫസ്റ്റിലില്ല. അനീഷും പിന്നെ PR അനുമോളില്ലേ എടാ, ഫുള്ള് പിടിക്കണം കഴിയുന്നവര്. അനുമോളും PR വർക്കിന് അല്ല, ഞാൻ പറയുന്നത് അനീഷും PR വർക്കിന് അനുമോളായിരിക്കും കപ്പടിക്കല്. അവര് രണ്ടാളെ ഏതോ ഒരാളാണ് ടോപ്പ് 10 അങ്ങനെ പറഞ്ഞു എന്നോട്. ഞാൻ പറഞ്ഞ ഞാനിപ്പൊ അത്രയായിരുന്നു കാണാൻ തുടങ്ങിയിട്ട്. 24/7 കാണുന്ന ഒരുത്തനുണ്ട്. ആ കാണുന്നതെങ്ങനെ ബിഗ് ബോസിന് നിന്റെ ഹോട്ട്സ്റ്റാർ സാങ്കേതിക കാരണം ഒരുത്തന് ക്യാമറ കൊടുത്തോണ്ട് അതൊക്കെ പോയിട്ടുണ്ട്. പേരിയെ കിട്ടിയിട്ടില്ല. ആരാ ഇത് കാണുന്നുണ്ട്? അതല്ലേ എന്റെ പിള്ളേരെ ഇപ്പൊ ആരും കാണില്ല. ഇല്ല ഗൈസ്, എല്ലാരും കാണണം. നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. ഇത് ഒരു യൂഷ്വൽ റിവ്യൂ അല്ല. ഇപ്പൊ ഈ പറഞ്ഞ എത്ര 3-4 മിനിറ്റില് എത്ര പറയാനുള്ള ഒരു ഒന്നും അറിയില്ല. ആദ്യത്തെ ഒരു 30 സെക്കൻഡ് പോലും പോലെയോ പറയട്ടാ. നീ പറഞ്ഞു. ആദ്യത്തെ ഒരു 30 സെക്കൻഡ് പോലും പടത്തിനെ കുറിച്ചില്ല സത്യം പറഞ്ഞ ഈ റിവ്യൂ ഒന്നും പറഞ്ഞിട്ട്. ബാക്കിയെല്ലാം ബിഗ് ബോസ് 30 അത്രേ ഇല്ലു. കാരണം എന്താ വെച്ചാല് ഒന്നാമത് നമ്മ പടം
പടത്തിന് റിവ്യൂ എല്ലാം വന്ന അവിടെ ജഡ്ജ് ചെയ്യാൻ വേണ്ടിട്ട് ആടെ ഇരിക്കണം, മനസ്സിലായോ? സത്യം ബുക്കും പേനും എടുത്തിട്ട് ബുക്കും പേനൊന്നും വേണ്ടെങ്കിൽ അതിങ്ങനെ ജഡ്ജ് ചെയ്യാൻ വേണ്ടി ഇരിക്കണം, എങ്ങനെയുണ്ട്. ഇത് കുറച്ച് പക്ഷെ പക്ഷെ നമ്മ പടം എൻജോയ് ചെയ്യാൻ വേണ്ടിട്ടാണ്, പടം കാണാനും നമ്മ എൻജോയ് ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ നമുക്ക് ജഡ്ജ് ചെയ്ത് അത്രയും റിവ്യൂ പറയാനില്ല ഒരു സാധനം. പക്ഷെ നമ്മ ഇമ്പ്രൂവ് ആയി വരുന്നുണ്ട് നമ്മളല്ലേ കുറെ കാര്യങ്ങൾ. ഇല്ല പണ്ടത്തെ കാര്യം കുറവാണ്. ഇപ്പൊ പകുതി ബിഗ് ബോസ് ആണ് ഉണ്ടായി. ഞാൻ ഇമ്പ്രൂവ് ആവുന്നുണ്ട്. നീ ഇൻസ്റ്റയില് ചാറ്റ് നോക്കിട്ട് റിവ്യൂ ഇട്ടിട്ട് ഭയങ്കര ഇമ്പ്രൂവ്. ഞാൻ അത് നോക്കൂ, ജസ്റ്റ് നോക്കൂ എന്നാ പറഞ്ഞേ. അല്ല ഞാൻ മൊത്തം ഗൈസ് അത് അത്രയില്ല പറഞ്ഞല്ലോ. ഇവര് വെറുതെ പറഞ്ഞതുപോലെ വേണ്ടൊരു കണ്ട. അർച്ചനയിൽ അമ്മ വന്നിട്ടില്ലേ?